ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നൊരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ELT എന്നൊരു സബ്ജക്റ്റിൽ ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ CLT. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പേര് പോലെ തന്നെ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ടാർഗറ്റ് ലാംഗ്വേജിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും സ്റ്റുഡൻസ് ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു. അങ്ങനെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഒരു മീനിങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് CLT അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതിന് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഒത്തൻറ്റിക് മെറ്റീരിയൽസ് ആൻഡ് റിയൽ ലൈഫ് സിനാരിയോ. അതായത് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ഡിപ്പെൻഡൻ്റ് ആവുന്നത്, ന്യൂസ് പേപ്പേഴ്സ്, വീഡിയോസ്, റിയൽ ലൈഫ് ടാസ്ക് എല്ലാം തന്നെ സ്റ്റുഡൻസിന് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല റിലൈ ചെയ്യുന്നത്, അവർ ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നു, ബുക്സ് വായിക്കുന്നു, ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാംസ് കാണുന്നു, വീഡിയോസ് കാണുന്നു, ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റീസ് ആണ്. ഒരു CLT ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ആണ് ആക്റ്റീവായി നിൽക്കുന്നത്, അവർക്കാണ് ആ ഒരു ഇമ്പോർട്ടൻസ്. ടീച്ചർ ഉണ്ടെങ്കിലും ടീച്ചർ വെറും ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു, ആവശ്യമുള്ള രീതിയിൽ അവരെ കറക്റ്റ് ചെയ്യുന്നു. ഇത് മാത്രമാണ് ഒരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. മെജോറിറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു റോൾ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് സ്റ്റുഡൻസിനാണ്. അവർ പരസ്പരം ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, പിയർ ടീച്ചിങ് വഴി ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു. അതാണ് CLTയുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. രണ്ട് എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് റോൾ പ്ലേയിങ് ആക്ടിവിറ്റി. ഇത് രണ്ട് രീതിയിൽ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കും. കുട്ടികളെ ഒരു പെയറാക്കി നിർത്തിയിട്ട് ഒന്നെങ്കിൽ ഒരു സിനേറിയവും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയലോഗ്സും കൊടുക്കാം. സ്റ്റുഡൻസിന് ആ ഡയലോഗ് പഠിച്ച് അതുപോലെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സിനേറിയോ മാത്രം കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ജോബ് ഇൻ്റർവ്യൂ നടത്തുന്ന ആളും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ആളും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാർ ഷോപ്പിംഗ് ട്രിപ്പിന് പോവുകയാണ്, അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. ഇതൊക്കെ ആയിരിക്കും സിനാരിയോ. ടീച്ചറിന് സ്റ്റുഡൻസിൻ്റെ ആ ഒരു ഫ്ലുവൻസി അനുസരിച്ച് ഓൾറെഡി ഡയലോഗ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് ഡയലോഗ് പ്രിപ്പയർ ചെയ്ത് പറയാൻ അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിലൂടെ എന്താണ്, അവർക്ക് സ്വന്തമായി ഒരു എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു, അവരുടെ വൊക്കാബുലറി ഡെവലപ്പ് ആവുന്നു. ആ ഒരു സമയത്ത് ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും, പ്രത്യേകിച്ച് ടാർഗറ്റ് ലാംഗ്വേജ് എന്താണെങ്കിലും അതിൽ പെട്ടെന്ന് ചിന്തിക്കാനുള്ളൊരു സ്പോണ്ടേനിറ്റി അവർക്ക് ലഭിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ സ്കിൽസ് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത് സ്പീക്കിംഗ് ലിസ്ണിംഗ് സ്കിൽസിനാണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ ഗ്രൂപ്പ് ഡിസ്കഷൻ. അതും ഒരു സ്റ്റുഡൻസിന് ഒരു ടോപ്പിക് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് തന്നെ തീരുമാനിക്കുക ഏത് ടോപ്പിക്കാണ് അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന്. അത് കറണ്ട് ഇവൻറ്റ്സ് ആവാം, എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ അവരുടെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാകാം. ഇതിൽ റെലവൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കുക, സ്റ്റുഡൻസിനെ ടാർഗറ്റ് ലാംഗ്വേജിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സംസാരിക്കാനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കുക. അതാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇതിലും സെയിം പ്രിൻസിപ്പിളാണ്. സ്റ്റുഡൻസിന് അവരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് എല്ലാം തന്നെ ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ്, ഇതെല്ലാം തന്നെ CLTയുടെ കീഴിൽ വരുന്ന ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ പറയാൻ സാധിക്കുന്നവയാണ്. കാരണം ഇതിൻ്റെ എല്ലാം ഗോൾ എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്. മാത്രമല്ല
ഇപ്പോൾ ടീച്ചർ ഡയലോഗുകൾ കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഡയലോഗ് വേണമെങ്കിൽ ബോർഡിൽ എഴുതുകയാണെങ്കിൽ സ്റ്റുഡൻസിന് അത് വായിച്ചെടുക്കാം. അപ്പോൾ റീഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ആവും. അതല്ല സ്റ്റുഡൻസിനെ കൊണ്ട് അവരുടെ സ്വന്തമായിട്ട് ഡയലോഗ് എഴുതിപ്പിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് സ്കിൽസും ഡെവലപ്പ് ആവും. പക്ഷേ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിനാണ്. ഇനി ഈ ഒരു ടീച്ചിങ് മെത്തേഡിന് എന്താണ് ഗുണം, എന്താണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് ആണ്. സ്റ്റുഡൻസിനാണ് ഇവിടെ ഒരു ആക്റ്റീവ് റോൾ ഉള്ളത്. അവരുടെ ഒരു നീഡ്സിനും അവരുടെ ഇൻട്രസ്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവരെ ബേസ് ചെയ്ത്, അവരുടെ താല്പര്യം ബേസ് ചെയ്താണ് ഇവിടുത്തെ കരിക്കുലം വരുന്നത്. മാത്രമല്ല ഇപ്പോൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ മദർ ടങ്ങിൽ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ആ ഒരു കൺവേർഷൻ വരുന്നത്. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാതൃഭാഷയിലായിരിക്കും ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയേണ്ടതെന്നുള്ളൊരു ആ ഒരു പക്കാ പ്രോസസ്സ് അവർക്ക് അവിടെ മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ലാംഗ്വേജിൽ കൂടുതൽ സംസാരിക്കാൻ എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടി ആവുകയാണ്. അതാണ് ഒത്തൻറ്റിക് റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. കാരണം വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് പകരം ഒരു ഇംഗ്ലീഷ് മൂവി കാണുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉള്ള ഓരോരോ ഗെയിംസ് കളിപ്പിക്കുക. അപ്പോൾ അതിലൂടെ അവർക്ക് കുറച്ചും കൂടി ആ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. മാത്രമല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, മീനിങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഗ്രാമർ മസ്റ്റാണ്. അപ്പോൾ അതിലൂടെ തന്നെ അവരറിയാതെ തന്നെ അവർ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഗ്രാമർ റൂൾസും അവർ ശ്രദ്ധിക്കും. കാരണം ഗ്രാമർ റൂൾസ് അറിയാമെങ്കിൽ മാത്രമേ ഒരു മീനിങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓവറോൾ ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജിലുള്ളൊരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ ഈ ഒരു CLT എന്നുള്ളൊരു മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. ഇനി CLTയുടെ ഡിസഡ്വാൻറ്റേജുകൾ എന്തെന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് സമയമാണ്. ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും ഗെയിംസ് ആയാലും തന്നെ ഒരുപാട് സമയം എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെയധികം ആ ഒരു പേഷ്യൻസോടെ നടത്തേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷേ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സിലബസ് ആണ്, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആകാം. അപ്പോൾ ലിമിറ്റഡ് ടൈം കൺസ്ട്രെയിൻഡ് ഒരു ബാരിയർ ആയിട്ട് വരാം. മാത്രമല്ല നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് യൂസും ഒരു ലിമിറ്റാണ്. ഇൻ ദ സെൻസ് ഇപ്പോൾ ലേണിംഗ് സ്പീഡ് കുറച്ച് കുറവുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മൾ മാതൃഭാഷയിൽ ചിന്തിക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത്. അപ്പം അത്രയും സമയമെടുക്കും. ലേണിംഗ് സ്പീഡ് പൊതുവെ കുറവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അത്രയും സമയമെടുക്കും ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പരിചിതമാകാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ഉള്ളൊരു ലെറ്റ്സ് സേ ഒരു സിലബസ് ആണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രോസസ്സ് ഒരുപാടധികം സമയം എടുക്കുന്നതാണ്. അതൊരു ചാലഞ്ചായിട്ട് വന്നേക്കാം. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റൈറ്റിംഗ് റീഡിംഗ് സ്കിൽസിന് കൊടുക്കുന്ന ഒരു ഫോക്കസ് കുറവാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നമ്മൾ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തപ്പോഴും റോൾ പ്ലേ ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് സ്പീക്കിംഗ് ലിസണിങ് സ്കിൽസിനാണ്. റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസിന് കമ്പാരിറ്റീവ്ലി കുറവ് ഫോക്കസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ 4 സ്കിൽസും അക്വയർ ചെയ്താൽ മാത്രമേ ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്തു അതിൽ ഫ്ലുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, 2 സ്കിൽസിന് ഇമ്പോർട്ടൻസ് കുറവാണെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഫ്ലുവൻസി അവിടെ വരുന്നില്ല. അപ്പോൾ റൈറ്റിങ്ങിന് റീഡിങ്ങിന് കുറക്കുന്ന ഒരു പ്രാധാന്യക്കുറവ് അതൊരു ബാരിയറായിട്ട് നമുക്ക് പറയാം. പിന്നീട് വരുന്നത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളുള്ളൊരു ക്ലാസ് റൂം ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കുറച്ച് കുട്ടികൾ മാത്രം ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഒരുപക്ഷെ ഡെയിലി നടത്താൻ സാധിക്കും, എല്ലാവരെയും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടും, കുറച്ചും കൂടി അവരുടെ പ്രോഗ്രസ് അളക്കാൻ സാധിക്കും. പക്ഷെ ഒരുപാടധികം സ്റ്റുഡൻസ് ഉള്ളൊരു ക്ലാസ് റൂം ആണെങ്കിൽ എല്ലാവർക്കും സമയബന്ധിതമായിട്ട് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോസസ്സ് അവിടെ അളക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം, അപ്പോൾ അതിന് സമയമെടുക്കും. മാത്രമല്ല ഇപ്പോൾ
കുറച്ച് ലാംഗ്വേജ് ഫ്ലുവൻസി ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ അവർ ഇമ്പ്രൂവ് ആകും. പക്ഷേ പുറകെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ, ആ ഒരു ഹെസിറ്റേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടത്തില്ല. മാത്രമല്ല ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പ്രോഗ്രസ് അളക്കാൻ ടീച്ചറിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് CLT കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. നമ്മൾ ഡെഫിനിഷൻ നോക്കി, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾസ്, അതായത് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ CLT അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കി, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു നോട്ടും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ചാനൽ അപ്ഡേറ്റും നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ആ ഒരു ലിങ്ക് വഴി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ ആയി ഇനിയൊരു ദിവസം വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.